മജ്ജുമ നികായ 64 മഹാമാലുക്യ സൂത്ത്. ഈ സൂത്രത്തിൽ ഭഗവാൻ 5 താഴെയുള്ള സംയോജനങ്ങൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. സംയോജനം എന്ന് പറയുമ്പോൾ ബന്ധനം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം, അല്ലെങ്കിൽ നമ്മളെ ഈ ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെയാണ് സംയോജനം എന്ന് പറയുക. ഈ സംയോജനം പരിപൂർണമായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മുക്തി കിട്ടുകയുള്ളൂ, അർഹന്തനാകുകയുള്ളൂ. അതിൽ 10 സംയോജനങ്ങളുണ്ട്. 10 പരിപൂർണമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അർഹന്തനാകും. പക്ഷേ അതിൽ താഴെയുള്ള 5 ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനാഗാമിയാകും. അർഹന്തൻ എന്ന് പറയുന്നത് മുക്തിയുടെ 4ാമത്തെ അവസ്ഥയാണ്. അതിനുശേഷം ആ വ്യക്തിക്ക് ഒട്ടും തന്നെ ജന്മമില്ല. എന്നാൽ അനാഗാമി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ജന്മം മാത്രമേ ഉള്ളൂ, അത് ബ്രഹ്മലോകത്ത് തന്നെയായിരിക്കും. അവിടെ നിന്ന് ആ വ്യക്തി മുക്തനാകും. മുക്തിക്ക് 4 അവസ്ഥകളുണ്ട്: ശ്രോതാപന്നൻ, സഗ്ദാഗാമി, അനാഗാമി, അർഹന്ത്. ആദ്യമായിട്ട് മുക്തി കിട്ടിയ വ്യക്തി, ആ വ്യക്തിയാണ് ശ്രോതാപന്നൻ എന്ന് പറയുക. പിന്നീട് വീണ്ടും മുക്തിക്ക് അനുഭവം ഉണ്ടാകുന്ന സമയത്ത് സഗ്ദാഗാമി, അനാഗാമി, അർഹന്തൻ, ഈ അവസ്ഥകളിലേക്ക് നമ്മൾ പടിപടിയായിട്ട് ഉയരും. അപ്പോൾ ഈ 5 സംയോജനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സക്കായ ദിട്ടി, അതായത് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഒരു തോന്നൽ, അതിനെയാണ് സക്കായ ദിട്ടി എന്ന് പറയുക. ഇതൊരു സംയോജനമാണ് അല്ലെങ്കിൽ ബന്ധനമാണ്. ശീലബദ്ധ പരാമംശം, ഞാൻ ഏതെങ്കിലും ഒരു ശീലത്തെ അല്ലെങ്കിൽ വ്രതത്തെ എടുത്തുകൊണ്ട് ഞാൻ മുക്തനാകും എന്നുള്ള ഒരു മിഥ്യാദർശനം, അതായത് അഹിംസയെ മാത്രം പാലിച്ചുകൊണ്ട് ഞാൻ മുക്തനാകും, അല്ലെങ്കിൽ ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് ഞാൻ മുക്തനാകും, ഇങ്ങനെയുള്ള ചില ചിന്തകൾ. അടുത്തത് വിചികിച്ച. വിചികിച്ച എന്ന് പറയുന്ന സമയത്ത് സംശയം, ബുദ്ധനെപ്പറ്റി, ധർമ്മത്തെപ്പറ്റി, സംഘത്തെപ്പറ്റിയുള്ള സംശയം, ഇതും ഒരു ബന്ധനമാണ്. അടുത്തത് കാമച്ഛന്തം, അതായത് ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി. അടുത്തത് വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷം, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോടുള്ള ദ്വേഷം. ഈ 5 കാര്യങ്ങളും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തി അനാഗാമി ആകുകയുള്ളൂ. സക്കായ ദിട്ടി, ശീലബദ്ധ പരാമംസം, വിചികിച്ച, ഇത് 3 നഷ്ടമായി കഴിഞ്ഞാൽ ഒരു വ്യക്തി ശ്രോതാപന്നനായിട്ട് തീരും. ഇനി ഈ 3 നഷ്ടമായി കാമച്ഛന്തവും വ്യാപാദവും അല്പം ദുർബലമായി, അതായത് രാഗവും ദ്വേഷവും അല്പം ദുർബലമായി എങ്കിൽ ആ വ്യക്തി സഗ്ദാഗാമിയായിട്ട് തീരും. അതേപോലെ തന്നെ കാമച്ഛന്തം, വ്യാപാദം ഇത് പരിപൂർണമായിട്ടും നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അനാഗാമിയായിട്ട് തീരും. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആ 5 സംയോജനങ്ങൾ, അതായത് നമ്മളെ ഈ ശരീരത്തോട് ബന്ധിപ്പിച്ച് നിർത്തുന്ന ഈ 5 സാധനങ്ങൾ അതെന്തൊക്കെയാണ്? ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. അവിടെ ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: ഭിക്ഷുക്കളെ, പറഞ്ഞാലും ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: ധാരേതനോ തുംഹേ ഭിക്കവേ മയാ ദേശിതാനി പഞ്ചോരം ഭാഗീയാനി സംയോജനാനീതി. ഭിക്ഷുക്കളെ, ഞാൻ നേരത്തെ നിങ്ങളോട് ഉപദേശിച്ചു തന്നു കഴിഞ്ഞാൽ ആ 5 സംയോജനങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഭഗവാൻ അങ്ങനെ പറഞ്ഞ സമയത്ത് ആയുഷ്മാൻ മാലുക്യപുത്ത് ഭഗവാനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു: ബന്ദേ, അങ്ങ് നേരത്തെ ഉപദേശിച്ചു തന്നിട്ടുള്ള ഈ 5 സംയോജനങ്ങളെപ്പറ്റി, താഴെയുള്ള സംയോജനങ്ങളെപ്പറ്റി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു: മാലുക്യപുത്ത, അത് എങ്ങനെയാണ് താങ്കൾ ഓർമ്മിക്കുന്നത്? ഈ 5 സംയോജനങ്ങളെപ്പറ്റി താങ്കൾ എങ്ങനെയാണ് ഓർത്തു വച്ചിരിക്കുന്നത്? സക്കായ ദിട്ടിം കോ അഹം ബന്ദേ ഭഗവത ഓരം ഭാഗീയം സംയോജനം ദേശിതം ധാരേമി. ബന്ദേ, സക്കായ ദിട്ടി എന്ന് പറയുന്ന ആ താഴെയുള്ള സംയോജനം താങ്കൾ പറഞ്ഞു തന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. വിചികിച്ച എന്ന താഴെയുള്ള സംയോജനം താങ്കൾ പഠിപ്പിച്ചു തന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. ശീലബദ്ധ പരാമംസം എന്ന ആ താഴെയുള്ള സംയോജനം താങ്കൾ പഠിപ്പിച്ചു തന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. കാമച്ഛന്തം, അത് താങ്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള സംയോജനമായിട്ട് ഞാൻ ഓർക്കുന്നു. വ്യാപാദം, അത് താങ്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള സംയോജനമായിട്ട് ഞാൻ ഓർക്കുന്നു. ഏവം ഖോ അഹം ബന്ദേ ധാരേമി ഭഗവതാ ദേശിതാനി പഞ്ചോരം ഭാഗീയാനി സംയോജനാനീതി. ബന്ദേ, ഇങ്ങനെയാണ് താങ്കൾ ഉപദേശിച്ചു തന്നിട്ടുള്ള ആ 5 സംയോജനങ്ങളെപ്പറ്റി, താഴെയുള്ള 5 സംയോജനങ്ങളെപ്പറ്റി ഞാൻ ഓർത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ മാലുക്യപുത്രനോട് ഇങ്ങനെ പറഞ്ഞു: ഈ 5 താഴെയുള്ള സംയോജനങ്ങളെപ്പറ്റി ഞാൻ ഇപ്രകാരമാണ് പഠിപ്പിച്ചത് എന്ന്
ആരാണ് താങ്കൾക്ക് പറഞ്ഞു തന്നത്? എങ്ങനെയാണ് ഇത് ഓർത്തു വച്ചിരിക്കുന്നത്? ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ പൂർണ്ണ വിവരണത്തോടുകൂടി മാലൂക്യപുത്രൻ ഓർത്തു വച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പേര് മാത്രമേ ഓർത്തു വച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്. മാലൂക്യപുത്ര, മറ്റുള്ള ധർമ്മങ്ങളിലെ പരിവ്രാജകന്മാർ ഒരു ശിശുവിൻ്റെ ഉപമ കൊടുത്തുകൊണ്ട് ഇതിലുള്ള തെറ്റ് അവർ കണ്ടുപിടിക്കില്ലേ? മാലൂക്യപുത്ര, കിടക്കയിൽ കിടക്കുന്ന ഒരു ശിശുവിന് സക്കായദിട്ടി എന്ന വാക്ക് പോലും അറിയില്ല. അതായത് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ദർശനത്തിലെ വാക്ക് പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് ആ ശിശുവിന് സക്കായദിട്ടി എന്നുള്ള സംയോജനം ഉണ്ടാകുന്നത്? ആ സക്കായദിട്ടി എന്നുള്ള കാര്യത്തിൻ്റെ അതിനുള്ള പ്രവണത ആ ശിശുവിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. മാലൂക്യപുത്ര, കിടക്കുന്ന ആ ശിശുവിൻ്റെ മനസ്സിൽ ധർമ്മത്തിൻ്റെ കാര്യത്തെപ്പറ്റി തന്നെ അറിയില്ല. പിന്നെ എങ്ങനെയാണ് ധർമ്മത്തെപ്പറ്റി വിജികിച്ച അല്ലെങ്കിൽ സംശയം ഉണരുന്നത്? എന്നിരുന്നു കഴിഞ്ഞാലും വിജികിച്ച അല്ലെങ്കിൽ സംശയം എന്ന് പറയുന്ന ആ അനുശയം ആ കുട്ടിയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അനുശയം എന്ന വാക്കിൻ്റെ അർത്ഥം അത് നമ്മുടെ കൂടെയുണ്ട്, അതുകൂടാതെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉറങ്ങിക്കിടക്കുകയാണ്, പക്ഷേ നമ്മുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കിടക്കുന്ന ഒരു ശിശുവിന് ശീലത്തെപ്പറ്റി തന്നെ അറിയില്ല. പിന്നെ എങ്ങനെയാണ് ശീലബദ്ധ പരാമർശത്തേക്കുള്ള കാര്യം ആ കുട്ടിയുടെ മനസ്സിൽ ഉണരുന്നത്? എങ്കിലും ആ കുട്ടിയിൽ ശീലബദ്ധ പരാമർശത്തിൻ്റെ അനുശയം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു ശിശുവിൽ ഇന്ദ്രിയ സുഖങ്ങൾ അല്ലെങ്കിൽ കാമങ്ങൾ എന്നുള്ള കാര്യം തന്നെ ആ കുട്ടി അറിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആഗ്രഹം ആ കുട്ടിയിൽ ജനിക്കുന്നത്? എങ്കിലും ആ ശിശുവിൻ്റെ ഉള്ളിൽ കാമരാഗം ഉറങ്ങിക്കിടക്കുകയാണ്. ഒരു ചെറിയ ശിശുവിൻ്റെ മനസ്സിൽ സത്ത അല്ലെങ്കിൽ ജീവിത പ്രാണികൾ എന്നുള്ള കാര്യം തന്നെ അവരുടെ ഉള്ളിലില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രാണികളെ പറ്റിയുള്ള ദ്വേഷം ആ കുട്ടിയുടെ മനസ്സിൽ ഉണരുക? എന്നിരുന്നു കഴിഞ്ഞാലും ആ കുട്ടിയുടെ ഉള്ളിൽ വ്യാപാദം അല്ലെങ്കിൽ ദേഷ്യം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനാൽ മറ്റ് ധർമ്മങ്ങളിലെ പരിവ്രാജകന്മാർ ഇതിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട്, ആ ശിശുവിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ തെറ്റ് കണ്ടുപിടിക്കില്ലേ? ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഏതസ്സ ഭഗവാ കാലോ ഏതസ്സ സുഗത കാലോ. ഭഗവാൻ, ഇത് തന്നെയാണ് സമയം. സുഗത, ഇത് തന്നെയാണ് സമയം. യം ഭഗവ പഞ്ചോരംഭാഗ്യാനി സംയോജനാനി ദേശീയ. ഭഗവാൻ, താങ്കൾ താഴെയുള്ള 5 സംയോജനങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നാലും ഭഗവാനിൽ നിന്ന് കേട്ടുകൊണ്ട് ഭിക്ഷുക്കൾ അതിനെ ധരിക്കുന്നതാണ്. എങ്കിൽ ശരി ആനന്ദ, കേൾക്കുക, ശ്രദ്ധ ഉറപ്പിച്ച് കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് ആയുഷ്മാൻ ആനന്ദൻ ഭഗവാന് ഉത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, ആനന്ദ, ഒരു സാധാരണ വ്യക്തി, ആ സാധാരണ വ്യക്തിയെ സാധാരണയായിട്ട് പൊതുജനം എന്നാണ് പറയുന്നത്. ഒരു പൊതുജനം, സാധാരണ വ്യക്തി, ആ പൊതുജനം ആര്യന്മാരെ കണ്ടിട്ടില്ല. ആര്യധർമ്മത്തിൽ ആ വ്യക്തിക്ക് പ്രാവീണ്യമില്ല. ആര്യധർമ്മം ആ വ്യക്തി അഭ്യസിച്ചിട്ടില്ല. സത്പുരുഷന്മാരെ ആ വ്യക്തി കണ്ടിട്ടില്ല. സത്പുരുഷന്മാരുടെ ധർമ്മത്തിൽ ആ വ്യക്തി പ്രാവീണ്യം ഉള്ളവനല്ല. സത്പുരുഷന്മാരുടെ ധർമ്മത്തിൽ ആ വ്യക്തി അഭ്യസിച്ചിട്ടില്ല. ഇവിടെ ആര്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി നേടിയവർ എന്നാണ് അർത്ഥം. സത്പുരുഷന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന നല്ലവരായിട്ടുള്ള വ്യക്തികൾ എന്ന് അർത്ഥം. അവരുടെ ചിത്തത്തിൽ സക്കായദിട്ടി എന്നുള്ള കാര്യം നിറഞ്ഞിരിക്കുകയാണ്. സക്കായദിട്ടിയാൽ അവർ ബന്ധിതരാണ്. അതായത് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഒരു തോന്നൽ. ഉൽപ്പന്നമായിട്ടുള്ള ആ സക്കായദിട്ടിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നുള്ള കാര്യം അവർക്ക് അറിയുന്നില്ല. ആ സക്കായദിട്ടി അവരുടെ മനസ്സിൽ ഉറച്ചു കിടക്കുകയാണ്. അതുമായിട്ട് അവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെ നീക്കം ചെയ്തിട്ടില്ല എങ്കിൽ അത് താഴെയുള്ള സംയോജനമാണ്. വിജികിച്ച പരിയുഠിതേന ചേതസ വിഹരതി വിജികിച്ച പരേതേന. അവരുടെ മനസ്സിൽ വിജികിച്ച അല്ലെങ്കിൽ സംശയം നിറഞ്ഞിരിക്കുകയാണ്. അവർ സംശയത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഉള്ളിൽ ഉണർന്നിരിക്കുന്ന ആ വിജികിച്ച അല്ലെങ്കിൽ സംശയത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് അവർക്ക് അറിയുന്നില്ല.
ആ വിചികിച്ച അവരുടെ മനസ്സിൽ ആഴത്തിൽ ഉറച്ചിരിക്കുകയാണ്. അതിനെ അവർ ത്യജിച്ചിട്ടില്ല എങ്കിൽ അത് താഴെയുള്ള ഒരു സംയോജനമായിട്ട് മാറും. ശീലബദ്ധ പരാമംസ പരിയുഠിതേന ചേതസ വിഹരതി ശീലബദ്ധ പരാമംസ പരേതേന. അവരുടെ മനസ്സിൽ നിറയെ ശീലവധ പരാമംസം തന്നെയാണ്. ശീലവധ പരാമംസത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് അവർ. ഇന്നും ഒരുപാട് വ്യക്തികളുണ്ട്, ഏതെങ്കിലും ശീലം അല്ലെങ്കിൽ വ്രതം അവർ അഖണ്ഡമായിട്ട് പാലിക്കും, തെറ്റിക്കാതെ പാലിക്കും. എന്നിട്ട് അവർ വിചാരിക്കും ഇതുമൂലം എനിക്ക് മുക്തി കിട്ടും എന്ന്. ചിലപ്പോൾ ഒരു വ്യക്തി പ്രാണികളെ ഒന്നും തന്നെ ഹിംസിക്കില്ല. അപ്പോൾ ഈ ഒരു ശീലം കൊണ്ട് മാത്രം എനിക്ക് മുക്തി കിട്ടും. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും വ്രതങ്ങളെടുക്കും, ഏതെങ്കിലും ദിവസങ്ങളിൽ ഉപവാസം എടുക്കും, ഇതുകൊണ്ട് മാത്രം എനിക്ക് മുക്തി ലഭിക്കും എന്ന് അവർ വിചാരിക്കും. ഇതിനെയാണ് ശീലവധ പരാമംസം എന്ന് പറയുന്നത്. ആ ഉൽപ്പന്നമായിട്ടുള്ള ശീലബദ്ധ പരാമംസത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് അവർ പ്രജ്ഞാപൂർവം അറിയുന്നില്ല. അതിനാൽ അവരുടെ ചിത്തത്തിൽ ശീലബദ്ധ പരാമംസം എന്ന് പറയുന്നത് ആഴത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതിനെ അവർ പുറത്തു കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് താഴെയുള്ള ഒരു സംയോജനം ആണ് അത്. അവരുടെ ചിത്തം കാമരാഗത്താൽ ആവൃതമാണ്. കാമരാഗത്താൽ അവർ ബന്ധിതരാണ്. കാമരാഗം എന്ന് പറയുന്ന സമയത്ത് ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തി അല്ലെങ്കിൽ രാഗം എന്ന് നമുക്ക് പറയാം. എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന എല്ലാ ചിന്തകളും ഈ കാമരാഗത്തിൽപ്പെടും. അതിനാൽ അവർ അവരുടെ മനസ്സിൽ ഉയർന്നിരിക്കുന്ന ഈ കാമരാഗത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നുള്ള കാര്യം അവർക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. ആ കാമരാഗം അവരുടെ മനസ്സിൽ അങ്ങനെ ഉറയ്ക്കുന്ന സമയത്ത് അതിനെ അവർ പുറത്തു കളയുന്നില്ല എങ്കിൽ അത് താഴെയുള്ളൊരു സംയോജനമായിട്ട് മാറും. അവർ വ്യാപാദത്താൽ നിറഞ്ഞ മനസ്സോടുകൂടി വിഹരിക്കുന്നു. അവർ വ്യാപാദത്താൽ ബന്ധിതരാണ്. വ്യാപാദം എന്ന് പറയുന്ന സമയത്ത് ദ്വേഷം, തനിക്ക് ഇഷ്ടമില്ല എന്നുള്ള എല്ലാ ചിന്തകളും വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷമാണ്. ഉൽപ്പന്നമായിട്ടുള്ള ആ വ്യാപാദത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നുള്ള കാര്യം അവർ സത്യത്തിൽ മനസ്സിലാക്കുന്നില്ല. ആ വ്യാപാദം അവരിൽ രൂഢമൂലമാണ്. അതിനെ അവർ പുറത്തു കളഞ്ഞിട്ടില്ല. അതിനാൽ അത് താഴെയുള്ള ഒരു സംയോജനമാണ്. ഇതുവരെ ഒരു സാധാരണ വ്യക്തിയെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി ഒരു ആര്യശ്രാവകൻ, അതായത് മുക്തി നേടിയ വ്യക്തിയുടെ ഒരു ശിഷ്യൻ, ആ വ്യക്തി ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ആനന്ദ വളരെ കേട്ടിട്ടുള്ള ഒരു ആര്യശ്രാവകൻ, അതായത് നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരു ആര്യശ്രാവകൻ. ആര്യശ്രാവകൻ എന്ന് പറയുമ്പോൾ മുക്തി നേടിയ വ്യക്തിയുടെ ശിഷ്യൻ എന്നാണ് അർത്ഥം. ആര്യന്മാരെ ആ വ്യക്തി കണ്ടിട്ടുണ്ട്. ആര്യധർമ്മത്തിൽ ആ വ്യക്തി പ്രാവീണ്യമുള്ളവനാണ്. ആര്യധർമ്മത്തിൽ ആ വ്യക്തി ശിക്ഷിതനാണ്. സത്പുരുഷന്മാരെ ആ വ്യക്തി കണ്ടിട്ടുണ്ട്. സത്പുരുഷ ധർമ്മത്തിൽ ആ വ്യക്തി പ്രാവീണ്യം ഉള്ളവനാണ്. സത്പുരുഷ ധർമ്മത്തിൽ ആ വ്യക്തി ശിക്ഷിതനാണ്. അതിനാൽ ആ വ്യക്തിയുടെ മനസ്സിൽ സക്കായ ദിഠി എന്നുള്ള കാര്യം ഉണ്ടാകുന്നില്ല. അതിനാൽ സക്കായ ദിഠി എന്ന ബന്ധനവും ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. അവരുടെ ഉള്ളിൽ ഉൽപ്പന്നമായിട്ടുള്ള സക്കായ ദിഠിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നുള്ള കാര്യവും അവർക്ക് നല്ലപോലെ അറിയാം. പജാനാദി, പ്രജ്ഞാപൂർവം അവർ അറിയുന്നു. അതുമൂലം അവരിലുണ്ടായിരുന്ന ആ സക്കായ ദിഠി അതിൻ്റെ അനിശ്ചയത്തോടുകൂടി ഇല്ലാതാകുന്നു. അനിശ്ചയം എന്ന് പറയുന്ന സമയത്ത് അത് ഉറങ്ങിക്കിടക്കുകയാണ്, നമ്മളെ പിന്തുടരുകയാണ്. അതുകൊണ്ടാണ് തന്നെ അനിശ്ചയം എന്ന് പറയുന്നത്. ആ ഉറങ്ങുന്ന ആ സക്കായ ദിഠി പരിപൂർണമായിട്ട് അവരിൽ നിന്ന് അകറ്റപ്പെടുന്നു. അവരുടെ മനസ്സിൽ വിചികിച്ച എന്ന് പറയുന്ന കാര്യം അവരുടെ മനസ്സിനെ ബാധിച്ചിട്ടില്ല. വിചികിച്ചയാൽ അവർ ബന്ധിതരല്ല. വിചികിച്ച ഉൽപ്പന്നമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ പുറത്തു പോകണം എന്നുള്ളത് അവർ പ്രജ്ഞാപൂർവം മനസ്സിലാക്കുന്നു. അതുമൂലം ആ വിചികിച്ച അതിൻ്റെ അനിശ്ചയത്തോടുകൂടി നഷ്ടമാകുന്നു. അവരുടെ മനസ്സ് ശീലബദ്ധ പരാമംശത്താൽ ആവൃതമല്ല. അവർ ശീലബദ്ധ പരാമംശത്താൽ ബന്ധിതരല്ല. ഉൽപ്പന്നമായിട്ടുള്ള ആ ശീലബദ്ധ പരാമംശം അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നുള്ളത് അവർ പ്രജ്ഞാപൂർവം അറിയുന്നു. അതുമൂലം ആ ശീലബദ്ധ പരാമംശം അനിശ്ചയത്തോടുകൂടി ഇല്ലാതാവുന്നു. അവരുടെ ചിത്തം കാമരാഗത്താൽ മൂടപ്പെട്ടതല്ല. അവർ കാമരാഗത്താൽ ബന്ധിതരല്ല. ഉൽപ്പന്നമായിട്ടുള്ള ആ കാമരാഗത്തിൽ നിന്ന് എങ്ങനെ പുറത്തു പോകണം എന്നുള്ളത് അവർ പ്രജ്ഞാപൂർവം അറിയുന്നു. അതുമൂലം ഉൽപ്പന്നമായിട്ടുള്ള കാമരാഗം അനിശ്ചയത്തോടുകൂടി ഇല്ലാതാകുന്നു. അവരുടെ ചിത്തം വ്യാപാദത്താൽ ആവൃതമല്ല. അവർ വ്യാപാദത്താൽ അല്ലെങ്കിൽ ദ്വേഷത്താൽ ബന്ധിതരല്ല. ഉൽപ്പന്നമായിട്ടുള്ള ആ വ്യാപാദത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നുള്ളത് അവർ ജ്ഞാനത്തോടുകൂടി അറിയുന്നു.
അതിനാൽ ആ വ്യാപാദം അനിശ്ചയത്തോടുകൂടി ഇല്ലാതാവുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഈ 5 സംയോജനങ്ങളും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ സക്കായി തെറ്റി വരാം, ഞാൻ ശരീരമാണെന്നുള്ള തോന്നൽ വരാം, വിജികിച്ച സംശയം വരാം, അതേപോലെ തന്നെ ശീലബദ്ധ പരാമർശം, ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ശീലത്താൽ വ്രതത്താൽ എനിക്ക് മുക്തി കിട്ടും എന്നുള്ള തോന്നൽ വരാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കാമഛന്തം അല്ലെങ്കിൽ രാഗം വരാം, അല്ലെങ്കിൽ വ്യാപാദം വരാം. ഈ കാമഛന്തം എന്നുള്ളത് വ്യാപാദം എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ചിന്തകൾ വരും. അതായത് ഇന്ദ്രിയ സുഖസംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ചിന്തകൾ, എനിക്കത് വീണ്ടും വേണം എന്നുള്ളൊരു തോന്നൽ വരും. ഇതിനെയാണ് ഇവിടെ രാഗം എന്ന് പറയുന്നത്. ഇഷ്ടമുള്ള ചിന്തകളെ നമ്മൾക്ക് രാഗം എന്ന് വിളിക്കാം. ഇനി നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത ചിന്തകൾ വരും. ആരോടെങ്കിലും വെറുപ്പ് വരും, ദ്വേഷം വരും. അതിനെയാണ് നമ്മളിവിടെ ദ്വേഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യാപാദം എന്ന് പറയുന്നത്. അതായത് ഒരു സാധാരണ വ്യക്തിക്ക്, അതായത് ഭഗവാന്റെ ധർമ്മത്തിൽ നിന്ന് അന്യമായിട്ടുള്ള ധർമ്മത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ, അതായത് മറ്റുള്ള ധർമ്മത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ, അവർക്ക് ഈ സംയോജനത്തെ പറ്റി തന്നെ അറിയില്ല. അതുകൂടാതെ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നും അറിയില്ല. എന്നാൽ ഭഗവാനിൽ നിന്ന് ധർമ്മം പഠിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ സംയോജനത്തെപ്പറ്റി അറിയുകയുള്ളൂ, എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരണം എന്നതിനെപ്പറ്റി അറിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സംയോജനത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ അറിയേണ്ടത് ഈ സംയോജനങ്ങളെ എങ്ങനെ നമ്മൾ ഇല്ലാതാക്കാം, എങ്ങനെ നമ്മൾക്ക് മുക്തി നേടാം. ഈ സംയോജനങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമല്ലേ നമ്മൾക്ക് നിബ്ബാണം ലഭിക്കുകയുള്ളൂ. അതെങ്ങനെ നേടാം, അതിൻ്റെ അഭ്യാസം എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കാരണം നമ്മുടെ ആവശ്യം എന്താണ്? ഈ സംയോജനങ്ങൾ ഇല്ലാതാകണം, ബന്ധനങ്ങൾ ഇല്ലാതാകണം, എന്നിട്ട് നമ്മൾക്ക് മുക്തി ലഭിക്കണം. അതാണ് നമ്മളുടെ ആവശ്യം. ആനന്ദ, ഈ 5 താഴെയുള്ള സംയോജനങ്ങൾ ഉപേക്ഷിക്കുന്നതിന് ഒരു മാർഗമുണ്ട്, ഒരു അഭ്യാസമുണ്ട്. ആ മാർഗത്തെക്കുറിച്ച് അറിയാതെ, ആ അഭ്യാസത്തെക്കുറിച്ച് അറിയാതെ ഈ താഴെയുള്ള 5 സംയോജനങ്ങളെ കാണാനോ അറിയാനോ സാധിക്കില്ല. അതായത് മറ്റുള്ള ഏതെങ്കിലും ധ്യാനവിധി കൊണ്ട് ഈ സംയോജനങ്ങളെ നമുക്ക് അറിയാനും സാധിക്കില്ല, അതേപോലെ തന്നെ കാണാനും സാധിക്കില്ല. അതുകൂടാതെ ഈ സംയോജനങ്ങളെ ഉപേക്ഷിക്കാനും സാധിക്കില്ല. മറ്റുള്ള ഏതെങ്കിലും ധ്യാനവിധികൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മുക്തിയുമില്ല. കാരണം ഈ ബന്ധനങ്ങൾ പോയി കഴിഞ്ഞാലല്ലേ നമ്മൾക്ക് ശ്രോതാപന്നൻ, സഗ്ദാഗാമി, അനാഗാമി തുടങ്ങിയ അവസ്ഥകൾ ലഭിക്കുകയുള്ളൂ. ആനന്ദ, ഉദാഹരണമായിട്ട് ഒരു വലിയ ഒരു മരം നിൽക്കുകയാണ് എന്ന് കരുതുക. അതിൻ്റെ ഉള്ളിൽ മരത്തിൻ്റെ കാതലുണ്ട്, അതായത് ഉറപ്പുള്ള തടി അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ആ മരത്തിൻ്റെ തൊലിയെയും അതേപോലെ തന്നെ പുറത്തുള്ള മൃദുവായിട്ടുള്ള മരത്തെയും നമ്മൾക്ക് മുറിക്കാതെ ഈ കാതലിനെ നമ്മൾക്ക് പുറത്തെടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ആനന്ദ, ഒരു മാർഗമുണ്ട്, ഒരു അഭ്യാസമുണ്ട്. അതിലൂടെ നമ്മൾക്ക് ഈ താഴെയുള്ള 5 നൈവരണങ്ങളെ നമ്മൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. ആ മാർഗത്തെ അറിയാതെ, അത് അഭ്യസിക്കാതെ നമ്മൾക്ക് ഈ 5 താഴെയുള്ള സംയോജനങ്ങളെ കാണാനോ അറിയാനോ ഉപേക്ഷിക്കാനോ സാധിക്കുകയില്ല. എന്നാൽ ആ മാർഗത്തെ അറിയുന്ന സമയത്ത്, അതിനെ അഭ്യസിക്കുന്ന സമയത്ത് താഴെയുള്ള ഈ 5 സംയോജനങ്ങളെ നമ്മൾക്ക് കാണാനും അറിയാനും അതേപോലെ തന്നെ ഉപേക്ഷിക്കാനും സാധിക്കും. ഉദാഹരണമായിട്ട് ഒരു വലിയ മരം നിൽക്കുകയാണ് എന്ന് കരുതുക. അതിൻ്റെ ഉള്ളിൽ നല്ല കാതലുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയെയും അതേപോലെ തന്നെ മൃദുവായിട്ടുള്ള മരക്കഷ്ണത്തെയും നമ്മൾക്ക് മുറിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കാതലിൽ എത്തിച്ചേരാൻ സാധിക്കും. എന്നിട്ട് ആ കാതലിനെ നമ്മൾക്ക് പുറത്തെടുക്കാൻ സാധിക്കും. അതിനാൽ ഈ 5 നൈവരണങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് ഒരു മാർഗമുണ്ട്, അഭ്യാസമുണ്ട്. ആ മാർഗത്തെ, അഭ്യാസത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ 5 സംയോജനങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കും, അതിനെ കാണാൻ സാധിക്കും, അതിനെ അറിയാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഗംഗാനദി കരകവിഞ്ഞ് ഒഴുകുകയാണ് എന്ന് കരുതുക. അപ്പോൾ ഒരു കാക്കയ്ക്ക് അതിൻ്റെ കരയ്ക്കിരുന്ന് അതിന് വെള്ളം കുടിക്കാൻ സാധിക്കും. ആ സമയത്ത് വളരെ ദുർബലനായിട്ടുള്ള ഒരു വ്യക്തി ആ വഴി വരികയാണ്. എന്നിട്ട് ആ വ്യക്തി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ എൻ്റെ കൈകൊണ്ട് തുഴഞ്ഞ് ഗംഗയുടെ മറുകരയിൽ സുരക്ഷിതമായിട്ട് ഞാൻ എത്തും. എന്നാൽ ദുർബലനായിട്ടുള്ള ആ വ്യക്തിക്ക് കൈകൾ കൊണ്ട് തുഴഞ്ഞ് ഗംഗയ്ക്ക് മറുകര കടക്കാൻ സാധിക്കില്ല, സുരക്ഷിതമായിട്ട് മറുകര കടക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ആനന്ദ, സക്കായി ദിട്ടി നിരോധമാക്കാനുള്ള ആ ധർമ്മം പഠിപ്പിക്കുന്ന സമയത്ത് ഒരു വ്യക്തി അതിനെ ഗ്രഹിക്കുന്നില്ല, ആ വ്യക്തിയുടെ മനസ്സ് പ്രസന്നമാകുന്നില്ല,
ആ വ്യക്തിയുടെ മനസ്സ് നിശ്ചലമായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് ഈ സക്കായ ദിഠിയിൽ നിന്ന് വിമുക്ഷിതമാകുന്നില്ല അല്ലെങ്കിൽ വിമുക്തമാകുന്നില്ല. അതായത് നമ്മുടെ മനസ്സിൽ ഈ കാര്യങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പ്രസന്നമായിരിക്കണം, അതേപോലെ തന്നെ അതിനെ ഗ്രഹിക്കണം, അതേപോലെ തന്നെ മനസ്സ് നിശ്ചലമായിരിക്കണം. മനസ്സിൽ രാഗദ്വേഷ മോഹാദികളൊന്നും പാടില്ല. ആ രീതിയിൽ നിശ്ചലമായിട്ടുള്ളൊരു മനസ്സിൽ മാത്രമേ നമ്മൾക്ക് ഇതിനെ ഗ്രഹിച്ചുകൊണ്ട് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ആ ദുർബല പുരുഷനുമായിട്ട് ഈ വ്യക്തിയെ നമുക്ക് താരതമ്യം ചെയ്യാം. ആനന്ദ, ഉദാഹരണത്തിന് ഗംഗാനദി കരകവിഞ്ഞ് ഒഴുകുകയാണ് എന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ കരയിലിരുന്ന് ഒരു കാക്കയ്ക്ക് വെള്ളം കുടിക്കാൻ സാധിക്കും. ആ സമയത്ത് അതുവഴി വളരെ ബലവാനായിട്ടുള്ള ഒരു വ്യക്തി വന്നു. എന്നിട്ട് അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ കൈ കൊണ്ട് തുഴഞ്ഞ് ഈ ഗംഗാ നദിക്ക് അപ്പുറത്ത് സുരക്ഷിതമായിട്ട് എത്തും. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് സ്വന്തം കൈകൾ കൊണ്ട് തുഴഞ്ഞ് ഗംഗാ നദിക്ക് അപ്പുറത്ത് സുരക്ഷിതമായിട്ട് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ സക്കായ നിരോധത്തിന് ഉള്ള ഈ ധർമ്മം പഠിപ്പിക്കുന്ന സമയത്ത് ഒരു വ്യക്തി അതിനെ ഗ്രഹിക്കുകയാണ്. അതുമൂലം അവൻ്റെ ചിത്തം പ്രസന്നമാകുകയാണ്, അവൻ്റെ ചിത്തം നിശ്ചലമായിട്ടിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ചിത്തം ഈ സക്കായ ദിഠിയിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ആ വ്യക്തിയെ നമ്മൾക്ക് ബലവാനായിട്ടുള്ള ആ പുരുഷനോട് ഉപമിക്കാം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാൻ പറയാൻ പോകുന്നത്. ആ മാർഗം എന്താണ്, ആ അഭ്യാസം എന്താണ്, ആ സംയോജനങ്ങളെ ഇല്ലാതാക്കാനുള്ള മാർഗം, അഭ്യാസം അതെന്താണ്? കഥമോചാനന്ദമഗ്ഗോ കഥമാ പടിപത പഞ്ചന്നം ഓരംഭാഗീയാനം സംയോജനം പഹാണായ. ആനന്ദ, ആ താഴെയുള്ള 5 സംയോജനങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള മാർഗം എന്താണ്, അഭ്യാസം എന്താണ്? ഇതാനന്ദ ഭിക്കു ഉപതി വിവേക അകുശലാനം ധമ്മാനം പഹാണ. ആനന്ദ, ഒരു ഭിക്ഷു തൻ്റെ ഉള്ളിലുള്ള ഉപാധിയെ ഉപേക്ഷിച്ചുകൊണ്ട്, ഉപാധി എന്ന് പറയുന്നത് അത് എൻ്റേതാണ് എന്നുള്ള ഒരു തോന്നൽ, അതിനെയാണ് ഇവിടെ ഉപാധി എന്ന് പറയുന്നത്. ശരീരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെയാണ്, അത് ഞാനാണ് അനുഭവിക്കുന്നത് എന്നുള്ള തോന്നലിനെയാണ് ഉപാധി എന്ന് പറയുക. അതിന് വിട്ടുകൊണ്ട് അകുശലാനം ധമ്മാനം പഹാണ, അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങളെ പരിപൂർണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട്. അകുശലം എന്ന് പറയുന്നത് ഇവിടെ എന്തിനെയാണ്? രാഗം, ദ്വേഷം, മോഹം ഇവയിൽ ആവൃതമായിട്ടുള്ള മനസ്സിനെയാണ് അകുശലങ്ങൾ എന്ന് പറയുന്നത്. അതുമൂലമുള്ള എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് സബ്ബസോ കായദുട്ടുല്ലാനം പഠിപ്പസദ്ധീയ, എല്ലാ തരത്തിലുള്ള കായദുട്ടുല്യം, അതായത് ശരീരം കൊണ്ടുള്ള ദ്വേഷകരമായിട്ടുള്ള പ്രവൃത്തികളെ പഠിപ്പസദ്ധീയ, അതിനെ പ്രശാന്തമാക്കിക്കൊണ്ട് വിവിച്ചേവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പഠമം ജാനം ഉപസമ്പജ്ജ വിഹരതി. കാമങ്ങളില്ലാതെ, അതായത് ഇന്ദ്രിയസുഖങ്ങൾക്കുള്ള ആ ആഗ്രഹമില്ലാതെ, അകുശല ധർമ്മങ്ങൾ ഇല്ലാതെ ഒന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. ഇവിടെ വിതർക്കമുണ്ട്, വിചാരമുണ്ട്, പീതിയുണ്ട്, സുഖമുണ്ട്, ചിത്തത്തിൻ്റെ ഏകാഗ്രതയുണ്ട്. അതായത് ഇവിടെ ഭഗവാൻ പറയുന്നത് സംയോജനങ്ങളെ ഇല്ലാതാക്കാനുള്ള മാർഗം എന്താണ്? ധ്യാനമാണ്, അല്ലെങ്കിൽ ധ്യാനമാണ്. 8 തരത്തിലുള്ള ധ്യാനങ്ങൾ ഉണ്ട്. ഈ ധ്യാനങ്ങൾക്കാണ് ഭഗവാൻ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിലൂടെ മാത്രമേ നമ്മൾക്ക് സംയോജനങ്ങളെ മാറ്റാൻ സാധിക്കൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സോ യദേവ തഥാഹോതി രൂപഗതം വേദനാഗതം സംജ്ഞാഗതം സംഖാരഗതം വിജ്ഞാനഗതം തേ ധമ്മേ അനിച്ഛതോ ദുഃഖതോ രോഗതോ ഖണ്ഡതോ സല്ലതോ അഘതോ അബാധതോ പരതോ പലോകതോ ശൂന്യതോ അനത്തതോ സമാനുപස්සതി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ധ്യാനത്തിലെത്തി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ ഒന്നാമത്തെ ധ്യാനത്തിൽ നിന്നുകൊണ്ട് അവിടെയുള്ള ധർമ്മങ്ങളെ, രൂപത്തിലുള്ള ധർമ്മം, വേദനയുള്ള ധർമ്മം, സംസ്കാരത്തിലുള്ള ധർമ്മം, വിജ്ഞാനത്തിലുള്ള ധർമ്മം, സംഖ്യയുള്ള ധർമ്മം, ഇതിനെ അനിത്യമാണ്, ദുഃഖമാണ്, രോഗമാണ്, ശരീരത്തിലെ ഒരു കുരുവാണ്, ഒരു ആയുധമാണ്, ഒരു വേദനയാണ്, കഷ്ടമാണ്, എൻ്റെയല്ല, ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ്, ഇത് ശൂന്യമാണ്, ഇത് അനാത്മകമാണ് എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കണം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഒന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മൾക്ക് 5 സ്കന്ധങ്ങളുണ്ട്. അതായത് ഒരു വ്യക്തി എന്ന് പറയുന്നത്
ശരീരവും മനസ്സും കൂടിയതാണ്. ശരീരത്തിന് ഇവിടെ രൂപം എന്ന് പറയുന്നു. മനസ്സിന് 4 അംഗങ്ങളുണ്ട്: വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം. ഈ 5 എണ്ണത്തിനെയും നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾക്ക് അറിയേണ്ടത് എന്താണ്? അനിച്ഛ. അത് അനിത്യമാണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ സൂക്ഷ്മസ്ഥിതികൾ അറിയാൻ സാധിക്കും. അതായത് രൂപവും പരമാണുക്കളാൽ നിർമ്മിതമാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ മനസ്സിലുള്ള ഈ സംഖ്യ, വേദന, വിജ്ഞാനം, സംസ്കാരം ഇതും അനിത്യമാണ്. അനിത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് അത് ദുഃഖമാണ് എന്ന് മനസ്സിലാവും. ദുഃഖമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ശരീരത്തെയും അതേപോലെ തന്നെയുള്ള മനസ്സിലുള്ള വേദനയെയും സംഖ്യയെയും വിജ്ഞാനത്തെയും സംസ്കാരത്തെയും എല്ലാം തന്നെ അത് രോഗമാണ്, അതൊരു മുഴയാണ്, അതൊരു ശസ്ത്രമാണ്, അതൊരു വേദനയാണ്, അതൊരു കഷ്ടമാണ്, അത് എൻ്റേതല്ല, അത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതാണ്, അത് ശൂന്യമാണ്, അത് അനാത്മകമാണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അതായത് ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു കഷ്ടമായിട്ട് തീരുന്നതാണ്. നമ്മൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് അതിന് ശസ്ത്രം എന്ന് പറയുന്നത്. അതിനെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകും. കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊരു രോഗം തന്നെയാണ്. കാരണം രാഗദ്വേഷം എന്ന് പറയുന്നത് ഒരു രോഗം തന്നെയാണ്, ദുഃഖം തന്നെയാണ്. അതുകൂടാതെ അത് നമ്മൾക്ക് കഷ്ടം തരുന്നതാണ്. അതുകൂടാതെ അത് എൻ്റേതല്ല. ഞാനാണ് എൻ്റേതാണെങ്കിൽ അത് സ്ഥിരമായിട്ട് നിൽക്കേണ്ടതാണ്. വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം ഒരിക്കലും എൻ്റേതല്ല. അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് നഷ്ടമായിക്കൊണ്ടേയിരിക്കുന്നതാണ്. വളരെ ശീഘ്രഗതിയിൽ അത് ഉൽപ്പന്നമായിട്ട് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ശൂന്യമാണ്. അതായത് ഞാൻ എന്നൊരു സംഗതി അവിടെ ഇല്ല. അതുകൂടാതെ അത് അനാത്മകമാണ്. അതായത് നിത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു വസ്തുവല്ല നമ്മൾ ഈ ശരീരത്തിലും അതേപോലെ തന്നെ മനസ്സിലും എല്ലാം നമ്മൾ കാണുന്നത്. അതായത് ശരീരത്തിലും മനസ്സിലും എന്തെല്ലാം ഉണ്ടാകുന്നു അതൊന്നും എൻ്റെ അല്ല എന്നുള്ള ഒരു വിചാരം ആ സമയത്ത് അവിടെ ഉണ്ടാകണം. അനിത്യബോധം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും. സോ തേഹി ധമ്മേഹി ചിത്തം പടിവാപേതി. അപ്പോൾ ആ ഭിക്ഷു ആ ധർമ്മങ്ങളിൽ നിന്ന് ചിത്തത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. അതായത് ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന ആ അനുഭവങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെ അതിനെ തിരിച്ചു കൊണ്ടുവരുന്നു. എവിടേക്കാണ് തിരിച്ചു കൊണ്ടുവരുന്നത്? സോ തേഹി ധമ്മേഹി ചിത്തം പടിവാപിത്വ അമതായ ധാതുയ ചിത്തം ഉപസംഹരതി. ആ ധർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് മനസ്സിനെ അമൃതധാതുവിൽ വയ്ക്കുന്നു. അമൃതധാതു എന്ന് പറയുമ്പോൾ അനിത്യമല്ലാത്ത ഒരു വസ്തുവിലാണ് അത് വയ്ക്കുന്നത്. അതായത് അനിത്യത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് നമ്മൾ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അത് പോകുന്നത് അനിത്യമല്ലാത്ത അവസ്ഥയിലാക്കിയാണ്. അപ്പോൾ ആ ഭിക്ഷുവിന് ഇങ്ങനെ മനസ്സിലാവുന്നു: ഏതം സന്തം ഏതം പണീതം. ഇത് വളരെ ശാന്തമാണ്, ഇത് വളരെ ഉത്തമമാണ്. യദിദം സബ്ബസംഖാര സമതോ. അതായത് എല്ലാ സംസ്കാരങ്ങളുടെയും സമത അല്ലെങ്കിൽ പ്രശാന്തമാക്കുന്ന അവസ്ഥ. എന്തിനെയാണ് ഈ സബ്ബസംഖാര സമത എന്ന് വിളിക്കുന്നത്? നമ്മൾക്ക് 3 തരത്തിലുള്ള സംസ്കാരങ്ങളുണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 1 കായസംസ്കാരം, 2 വജീ സംസ്കാരം അല്ലെങ്കിൽ വാക്കിൻ്റെ സംസ്കാരം, 3 ചിത്തത്തിൻ്റെ സംസ്കാരം. അപ്പോൾ ഈ കായ സംസ്കാരം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സംസ്കാരം എന്നുള്ളത് എന്താണ്? അകത്തേക്കും പുറത്തേക്കും വരുന്ന ശ്വാസം, അതിനെയാണ് കായസംസ്കാരം എന്ന് പറയുക. ഈ വജീ സംസ്കാരം, വാണിയുടെ സംസ്കാരം എന്താണ്? വിതർക്ക വിചാരം. അതായത് നമ്മുടെ മനസ്സിലുള്ള വിതർക്കത്തെയും വിചാരത്തെയും ആണ് വജീ സംസ്കാരം എന്ന് പറയുന്നത്. ഇനി ചിത്തസംഹാരം എന്ന് പറയുന്നത് എന്താണ്? സംഖ്യാവേദന. അതായത് നമ്മുടെ മനസ്സിലുള്ള ആ സംഖ്യ അതേപോലെ തന്നെ വേദന, ഇത് രണ്ടിനെയാണ് ചിത്തസംഹാരം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? സബ്ബസംഖാര സമതോ. ആ എല്ലാ തരത്തിലുള്ള സംസ്കാരത്തെയും നമ്മൾ പ്രശാന്തമാക്കണം. അതായത് നമ്മൾ അവിടെ റിലാക്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ ശരീരത്തെ അയച്ചു വിടണം, മനസ്സിനെയും അയച്ചു വിടണം. സബൂപാധി പടിനിസഗ്ഗോ. എല്ലാ ഉപാധികളെയും നമ്മൾ ഉപേക്ഷിക്കണം. ഉപാധി എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ എൻ്റെയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ആ ഭാവത്തെ നമ്മൾ ഉടൻ തന്നെ അവിടെ ഉപേക്ഷിക്കണം. ഒന്നും തന്നെ എൻ്റെ അല്ല എന്നുള്ള ഭാവം നമ്മൾ കൊണ്ടുവരണം. തനഹാഖയോ. അങ്ങനെ ഉപേക്ഷിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? തൃഷ്ണ അവിടെ ക്ഷയമാകും. തൃഷ്ണ ക്ഷയമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിരാഗോ, രാഗം നഷ്ടമാകും. രാഗം നഷ്ടമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിരോധോ, നമ്മുടെ മനസ്സ് നിരോധാവസ്ഥയിലേക്ക് നീങ്ങും. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നിബ്ബാണന്തി, അത് നിർവ്വാണത്തിൽ ലയിക്കുന്നതാണ്. അതായത് അടുത്ത് നമ്മൾ 1ാമത്തെ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ആ 5 സ്കന്ധങ്ങളിൽ നിന്ന്, അതായത് രൂപത്തിൻ്റെ ഒരു സ്കന്ധം, ശരീരത്തിൻ്റെ ഒരു സ്കന്ധം, അതേപോലെ തന്നെ മനസ്സിൻ്റെ 4 സ്കന്ധങ്ങൾ, അതിൽ നിന്ന് മനസ്സ് തിരിച്ചുകൊണ്ട് എല്ലാ സംസ്കാരങ്ങളെയും ശാന്തമാക്കിക്കൊണ്ട് എല്ലാ ഉപാധികളെയും ഉപേക്ഷിച്ചുകൊണ്ട് തൃഷ്ണയെ ക്ഷയിപ്പിച്ചുകൊണ്ട് രാഗമില്ലാതെ നിർവ്വാണം നമ്മൾ നേടി. സോ തത്തസ്ഥിതോ ആസവാനം ഖയം പാപുണാതി. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ആ ഭിക്ഷു ആസവക്ഷയം നേടുന്നു. അതായത് ആ ഒന്നാമത്തെ ധ്യാനത്തിൽ തന്നെ നിൽക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ ആസവങ്ങളെല്ലാം ക്ഷയിച്ചു. അതായത് ആ വ്യക്തി അർഹന്തനായി എന്നാണ് ഇവിടെ പറയുന്നത്, പൂർണ്ണമുക്തനായി എന്നാണ് പറയുന്നത്. മുക്തിയുടെ 4ാമത്തെ അവസ്ഥ ആ വ്യക്തി നേടി, ആസവങ്ങളെല്ലാം ക്ഷയിച്ചു. എന്നുവെച്ച് ആസവാനം ഖയം പാപുണാതി. ഇനി ആ ഭിക്ഷുവിന് ആസവക്ഷയം ഉണ്ടായില്ല, അതായത് അർഹന്തനായില്ല എന്ന് കരുതുക. തേനേവ ധമ്മരാഗേന തായ ധമ്മനന്ദീയ. ആ ധർമ്മത്തിൻ്റെ രാഗം കൊണ്ട്, അതായത് ഈ ഒന്നാമത്തെ ധ്യാനത്തിലുള്ള ആ ധർമ്മത്തിൻ്റെ രാഗം, ആ ധർമ്മത്തിൻ്റെ അനുഭവത്തിൽ രാഗമുണ്ടാകുന്നതുകൊണ്ട് ധമ്മനന്ദീയ, ആ ധർമ്മത്തിൽ ആനന്ദിക്കുന്ന സമയത്ത് പഞ്ചന്നം ഓരംഭാഗീയാനം സംയോജനാനം പരിഖയ ഓപപാതികോ ഹോതി. താഴെയുള്ള 5 സംയോജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഓപപാതികോ, അതായത് നേരെ പോയിട്ട് ബ്രഹ്മലോകത്തിൽ പ്രകടമാകുന്നു. ആ വ്യക്തി മരിച്ചതിന് ശേഷം പിന്നെ നേരെ പോയിട്ട് ബ്രഹ്മലോകത്തിൽ പ്രകടമാകുകയാണ് ചെയ്യുന്നത്, അങ്ങനെ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഓപപാതികോ എന്ന് പറയുന്നത്. തത്ത് പരിനിബ്ബായി, അവിടെ പരിനിർവാണം നേടുന്നു, അർഹന്തനാകുന്നു. അനാവത്തിധമ്മോ തസ്മാലോക, ആ ലോകത്തിൽ നിന്ന് ഒരിക്കലും മറ്റൊരു സ്ഥലത്തും പുനർജനിക്കുന്നില്ല. അതായത് ഒന്നാമത്തെ ധ്യാനത്തിൽ നിൽക്കുന്ന സമയത്ത് ആ ഭിക്ഷു അർഹന്തനാവുന്നു, അഥവാ ആ ധർമ്മത്തിൽ, അതായത് ഒന്നാമത്തെ ധ്യാനത്തിലുള്ള ആ ധർമ്മത്തിൽ ആ ഭിക്ഷുവിന് രാഗമുണ്ടാകുകയാണ്, അതിൽ ആനന്ദം എടുക്കുകയാണ് എങ്കിൽ ആ വ്യക്തി ബ്രഹ്മലോകത്തിൻ്റെ സംസ്കാരം ആണ് ഉണ്ടാക്കുന്നത്. അതിനാൽ ആ വ്യക്തി അനാഗാമിയായിട്ട് തീരുന്നു. ആ ഒന്നാമത്തെ ധ്യാനത്തിലുള്ള ധർമ്മത്തിൽ രാഗമുള്ളതുകൊണ്ട്, അതിൽ ആനന്ദിക്കുന്നുകൊണ്ട് ആ വ്യക്തി അർഹന്തനാകുന്നില്ല, പക്ഷേ അനാഗാമിയാവുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിനു മുൻപുള്ള സൂത്രങ്ങളിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ധ്യാനത്തിൽ രാഗം എന്ന് പറയുന്നത് ഇല്ല, ധ്യാനാവസ്ഥയിൽ ദ്വേഷം എന്ന് പറയുന്നത് ഇല്ല, ധ്യാനാവസ്ഥയിൽ അവിദ്യ എന്ന് പറയുന്നത് ഇല്ല, ധ്യാനാവസ്ഥയിൽ മാരൻ എന്നുള്ള വ്യക്തി അവിടെ എവിടെയും തന്നെ ഇല്ല എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടതാണ്. അതിനാൽ ഈ ധ്യാനാവസ്ഥയുള്ള സുഖം, പീതി, ഇതെല്ലാം ഭഗവാൻ അതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ന ഭായതബോ, അതിനെ ഭയപ്പെടരുത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ ധ്യാനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് അനാഗാമിയായിട്ട് തീരാം, അല്ലെങ്കിൽ അർഹന്തനായിട്ട് തീരാം. ഇനി ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് ധ്യാനത്തിലൂടെ മുക്തി കിട്ടില്ല എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ്, തീർച്ചയായിട്ടും അവർക്ക് ഈ സൂത്രം അയച്ചു കൊടുക്കുക. പിന്നെ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് എല്ലാ ധ്യാനവും 8 ധ്യാനവും കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് മുക്തി ലഭിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്കും ഈ സൂത്രം അയച്ചു കൊടുക്കുക. അയം ഭിഖോ ആനന്ദ മഗ്ഗോ അയം പടിപഥ പഞ്ചന്നം ഓരംഭാഗീയാനം സംയോജാനം പഹാണായ. ആനന്ദ, ഇതാണ് മാർഗം, ഇതാണ് അഭ്യാസം. ഇതിലൂടെ നമ്മൾക്ക് ആ 5 സംയോജനങ്ങളെ, താഴെയുള്ള 5 സംയോജനങ്ങളെ നമ്മൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. സംയോജനങ്ങളെ ഉപേക്ഷിക്കാൻ ഭഗവാൻ പറയുന്ന മാർഗം ധ്യാനമാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ആരാണ് ധ്യാനം പഠിപ്പിക്കുന്നത്? നമ്മുടെ അറിവിൽ ആരും തന്നെ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ തീർച്ചയായിട്ടും ധ്യാനം പഠിപ്പിക്കുന്ന വ്യക്തികൾ ഇവിടെയുണ്ട്. ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ പോകുക, അവിടെ ബന്ദേ വിമലാരംസി പഠിപ്പിക്കുന്ന ധ്യാനങ്ങളെപ്പറ്റി നമ്മൾ കാണാവുന്നതാണ്. അതിനാൽ നമ്മൾക്ക് ഓൺലൈനായിട്ട് നമ്മൾക്ക് ആ കോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടും ആ കോഴ്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ആ ഭിക്ഷു ഒന്നാമത്തെ ധ്യാനത്തിൽ നിന്ന് അതിക്രമിച്ച് 2ാമത്തെ ധ്യാനത്തിൽ വന്നു. അവിടെ വിതർക്ക വിചാരമില്ല, പ്രീതി, സുഖം, ഏകാഗ്രത ആണ് ഉള്ളത്. അവിടെയും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അഥവാ ഒന്നാമത്തെ ധ്യാനം കഴിഞ്ഞ് നമ്മൾ 2ാമത്തെ ധ്യാനത്തിലെത്തി, അവിടെ നമ്മൾക്ക് മുക്തിയുടെ അനുഭവം ലഭിച്ചില്ല എന്ന് കരുതാം. അപ്പോൾ നമ്മൾ 2ാമത്തെ ധ്യാനത്തിലെത്തി, അവിടെയും നമ്മൾ എന്ത് ചെയ്തു? ഈ 5 സ്കന്ധങ്ങളെ നമ്മൾ നോക്കി. ശരീരം, രൂപത്തിൻ്റെ സ്കന്ധം, അതേപോലെ തന്നെ ചിത്രത്തിലുള്ള 4 സ്കന്ധങ്ങൾ, വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം, ഇത് 4നെയും നോക്കി. അതെല്ലാം അനിത്യമാണ്,
ദുഃഖമാണ്, രോഗമാണ്, മുഴയാണ്, ആയുധമാണ്, വേദനയാണ്, കഷ്ടമാണ്, എൻ്റേതല്ല, നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതാണ്, ശൂന്യമാണ്, അനാത്മകമാണ് എന്ന് നമ്മൾ ഈ പഞ്ചസ്കന്ധങ്ങളെയും നമ്മൾ അറിഞ്ഞതിന് ശേഷം മനസ്സിനെ അതിൽ നിന്ന് വേർപെടുത്തി നമ്മൾ അമൃതധാതുവിലേക്ക് നയിക്കുന്നു. അതായത് ഇതൊന്നുമില്ലാത്ത ധാതു, മൃതമല്ലാത്ത, ഉൽപ്പാദ വ്യയമില്ലാത്ത ധാതുവിലേക്ക് നമ്മൾ നയിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ സംസ്കാരങ്ങളെയും ശാന്തമാക്കുന്നു, തൃഷ്ണയെ നഷ്ടമാക്കുന്നു, രാഗമില്ലാതാക്കുന്നു, അങ്ങനെ നിർവ്വാണം നേടുന്നു. അത് ശാന്തമായിട്ടുള്ള അവസ്ഥയാണ്. ഇത് ഉത്തമമായിട്ടുള്ള അവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ വ്യക്തി ഒന്നില്ലെങ്കിൽ ആസവങ്ങളെ എല്ലാം ക്ഷയിപ്പിച്ചുകൊണ്ട് അർഹതനായിട്ട് തീരുന്നു, അല്ലെങ്കിൽ ആ ധർമ്മത്തിനോടുള്ള രാഗം കൊണ്ട്, ആ ധർമ്മത്തിലുള്ള ആനന്ദം കൊണ്ട് ആ വ്യക്തി അനാഗാമിയായിട്ട് തീരുന്നു. കാരണം എന്താണ്? ബ്രഹ്മലോകത്തിൻ്റെ സംസ്കാരമാണ് ഉണ്ടാക്കുന്നത്. അനാഗാമിയായിട്ട് തീർന്നതിന് ശേഷം പിന്നെ ബ്രഹ്മലോകത്തിൽ പോയിരുന്ന് ആ വ്യക്തി അവിടെ നിന്ന് തന്നെ അർഹന്തനാവുന്നു. ഇതും ഈ താഴെയുള്ള 5 സംയോജനങ്ങളെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ആ വ്യക്തി 3ാമത്തെ ധ്യാനത്തിൽ പോയി ചേർന്നു, അവിടെയും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 4ാമത്തെ ധ്യാനത്തിൽ പോയി ചേരുന്നു, അവിടെയും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ഈ 5 സ്കന്ധങ്ങളെയും നോക്കി, ശരീരത്തിനെയും മനസ്സിൻ്റെ 4 സ്കന്ധങ്ങളെയും, എന്നിട്ട് അത് അനിത്യമാണ്, ദുഃഖമാണ്, രോഗമാണ്, ആയുധമാണ്, വേദനയാണ്, കഷ്ടമാണ്, എൻ്റേതല്ല, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ്, ശൂന്യമാണ്, അനാത്മകമാണ് എന്ന് കരുതി പിന്നെ മനസ്സിനെ നേരെ അവിടെ നിന്ന് പിൻവലിച്ച് അമൃതധാതുവിലേക്ക് നയിക്കുന്നു. എന്നിട്ട് എല്ലാ സംസ്കാരങ്ങളെയും ശാന്തമാക്കിക്കൊണ്ട്, തൃഷ്ണയെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ നിർവ്വാണം നേടുന്നു. ആസവങ്ങൾ പരിപൂർണമായിട്ട് ഇല്ലാതായിക്കഴിഞ്ഞാൽ അർഹന്തനായിട്ട് തീരും. അഥവാ 4ാമത്തെ ധ്യാനത്തിൽ അതിനോടുള്ള രാഗം കൊണ്ട്, അതിൽ ആനന്ദിക്കുന്നതുകൊണ്ട് അനാഗാമിയായിട്ട് തീരും. അടുത്തതായിട്ട് ആ ഭിക്ഷു അവിടെ നിന്ന് മുന്നേറുകയാണ്. എന്നിട്ട് അനന്താകാശം എന്ന, ആകാശം അനന്തമാണ് എന്ന ആകാശഞ്ചായതനത്തിൽ എത്തിച്ചേരുകയാണ്. അവിടെയും ആ ഭിക്ഷു ഈ 5 ഉപാദാന സ്കന്ധങ്ങളെ അനിത്യമാണ്, ദുഃഖമാണ്, രോഗമാണ്, അനാത്മകമാണ്, ശൂന്യമാണ് എന്ന് കണ്ട് അതിൽ നിന്ന് മനസ്സരിച്ച് അമൃതധാതുവിലേക്ക് കൊണ്ടുവന്ന് എല്ലാ സംസ്കാരങ്ങളെയും ശാന്തമാക്കി മനസ്സിൽ നിന്ന് തൃഷ്ണയെ മാറ്റിയതിന് ശേഷം അവിടെ നിർവ്വാണം നേടുന്നു. അപ്പോൾ അവിടെ ഒന്നില്ലെങ്കിൽ ആസവക്ഷയം വന്ന് അർഹന്തനാവുന്നു, അല്ലെങ്കിൽ ആ ധർമ്മത്തോടുള്ള രാഗത്താൽ, അതിനോടുള്ള ആനന്ദത്താൽ അനാഗാമിയായിട്ട് തീരുന്നു. ഇതും ഈ 5 താഴെയുള്ള സംയോജനങ്ങളെ ഇല്ലാതാക്കാനുള്ള മാർഗമാണ്. വീണ്ടും ആനന്ദ ആ ഭിക്ഷു ആ ധ്യാനത്തിൽ നിന്ന് മറികടന്ന് അനന്തവിജ്ഞാനം എന്ന വിജ്ഞാനഞ്ചായതനം എന്ന ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അതായത് 6ാമത്തെ ധ്യാനം. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പഞ്ചസ്കന്ധങ്ങളെയും അനിത്യമാണെന്ന് കണ്ടുകൊണ്ട് മനസ്സിനെ അതിൽ നിന്ന് പിന്തിരിച്ച് അമൃതധാതുവിലേക്ക് നയിക്കുന്നു. അവിടെ എല്ലാ സംസ്കാരങ്ങളെയും ശാന്തമായിക്കൊണ്ട് അർഹന്തനാവുന്നു. അഥവാ ആ ധർമ്മത്തിൽ രാഗമുണ്ട് ആനന്ദിക്കുകയാണെങ്കിൽ അനാഗാമിയായിട്ട് തീരുന്നു. ഇങ്ങനെയും നമ്മൾക്ക് 5 സംയോജനങ്ങളെ ഇല്ലാതാക്കാം. ആനന്ദ വീണ്ടും ആ ഭിക്ഷു വിജ്ഞാനഞ്ചായതനം എന്ന ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്ന് നത്തികിഞ്ചി, അതായത് ഒന്നുമില്ല എന്ന അകിഞ്ചന്യായതനം എന്ന ആ ധ്യാനത്തിൽ എത്തിച്ചേർന്ന് അവിടെ വിഹരിക്കുന്നു. അതായത് 7ാമത്തെ ധ്യാനത്തിലെത്തി വിഹരിക്കുന്നു. അവിടെയും ആ ഭിക്ഷു ആ ധർമ്മത്തെ തന്നെയാണ് പരിശോധിക്കുന്നത്. പഞ്ചസ്കന്ധങ്ങൾ, അതായത് രൂപം, അതേപോലെ തന്നെ മനസ്സ്, അതിലുള്ള 4 സ്കന്ധങ്ങൾ, അതെല്ലാം അനിത്യമാണ്, ദുഃഖമാണ്, അനാത്മകമാണ്, രോഗമാണ്, ശസ്ത്രമാണ്, കഷ്ടമാണ് എന്ന് കരുതിക്കൊണ്ട് അതിൽ നിന്ന് മനസ്സിന് ശ്രദ്ധ വിടുവിച്ച് അമൃതധാതുവിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അവിടെ എല്ലാ സംസ്കാരങ്ങളെയും പ്രശാന്തമാക്കിക്കൊണ്ട്, എല്ലാ ആസക്തികളെയും ഉപേക്ഷിച്ചുകൊണ്ട്, ആസവങ്ങളെ ക്ഷയിപ്പിച്ചുകൊണ്ട് അർഹന്തനാവുന്നു. അല്ലെങ്കിൽ ആ ധർമ്മത്തിലുള്ള രാഗത്താൽ, അതിലുള്ള ആനന്ദത്താൽ ആ വ്യക്തി അനാഗാമിയായിട്ട് തീരുന്നു. ഇതും താഴെയുള്ള 5 സംയോജനങ്ങളെ ഇല്ലാതാക്കാനുള്ള മാർഗമാണ്. ഈ കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് മാർഗമാണ് നമ്മൾക്ക് മുക്തി തരുന്നത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് 5 ഉപാദാന സ്കന്ധങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ പിടിക്കാൻ പറയുന്ന ധ്യാനം അത് ശരിയല്ല. ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തെ പിടിക്കാൻ പറയുന്നു, അത് ശരിയല്ല. വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം, ഇതിലേതെങ്കിലും ഒന്നിനെ പിടിക്കാൻ പറയുന്നു, അതും ശരിയല്ല. കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സോ തേഹി ധമ്മേഹി ചിത്തം പടിവാപേതി,
ആ ധർമ്മങ്ങളിൽ നിന്ന്, അതായത് പഞ്ചസ്കന്ധങ്ങളിൽ നിന്ന് ചിത്തത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. എവിടേക്ക്? അമൃതധാതുവിലേക്ക്. അടുത്ത കാര്യം സബ്ബസംഖാര സമതോ, അതായത് എല്ലാ സംസ്കാരങ്ങളെയും നമ്മൾ പ്രശാന്തമാക്കി കൊണ്ടിരിക്കുന്നു, റിലാക്സ് ചെയ്യുന്ന ടെക്നിക്ക്. ഈ ടെക്നിക്ക് എവിടെയുണ്ടോ ആ ധ്യാനവും വളരെ ശരിയാണ്. അടുത്തത് സബ് ഉപാധി പടി നിസഗ്ഗു, ഏതൊരു ഉപാധികളെ നമ്മൾ ഉപേക്ഷിക്കുന്നോ അതും ശരിയായിട്ടുള്ള വഴിയാണ്. അതായത് റിലീസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഉപേക്ഷിക്കുന്നു, അതും വളരെ ശരിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉള്ള ധ്യാനം ഏതാണ്? അതാണ് ബന്ദേ വിമലാരംസിയുടെ ട്രാങ്ക്വിൽ വിസ്ഡം ഇൻസൈറ്റ് മെഡിറ്റേഷൻ. അതാണ് അതിലുള്ള 6R. ഈ 6Rൽ ഈ ഉപേക്ഷയുമുണ്ട്, അതേപോലെ തന്നെ റിലാക്സ് എന്ന സ്റ്റെപ്പുമുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ റിലാക്സ് ചെയ്ത് കൊണ്ടുവന്ന് മുൻപുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് അതിനേക്കാളും സൂക്ഷ്മം എന്താണ്, അതിനേക്കാളും സൂക്ഷ്മം എന്താണ് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ നമ്മൾ നിർവ്വാണ ധാതുവിലേക്കാണ് നയിക്കുന്നത്. നമ്മൾ എവിടെയും പിടിച്ച് ഉറച്ചു നിൽക്കുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇത് തന്നെയാണ് അവസാനം വരെ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്നില്ല. ഓരോ സ്ഥൂലമായിട്ടുള്ള കാര്യത്തെയും ഉപേക്ഷിച്ച് നമ്മൾ സൂക്ഷ്മത്തിലേക്ക് പോകുന്നതാണ്. അതുകൂടാതെ ശരീരത്തിൽ റിലാക്സേഷൻ നമ്മൾ അയച്ചു വിടുകയാണ്. അപ്പോൾ ആ മാർഗ്ഗമാണ് ശരിയായിട്ടുള്ള മാർഗ്ഗം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ധ്യാനമാണ് നമ്മളെ ഈ സംയോജനത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ സഹായിക്കുന്നത്. ഇനി ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് ഒന്നാമത്തെ ധ്യാനത്തിൽ നമ്മൾക്ക് മുക്തി ലഭിക്കില്ല, അർഹന്തനാവില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂത്രം നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. ഇനി ധ്യാനങ്ങളിൽ നിന്ന് ഒന്നും തന്നെ മുക്തി കിട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സൂത്രങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യമാവും. പലരും പറയാറുണ്ട് ധ്യാനത്തിൽ നമ്മൾക്ക് ഒരിക്കലും മുക്തി കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഈ സൂത്രം തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. അടുത്ത ചോദ്യം ആയുഷ്മാൻ ആനന്ദൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഏസോ ചേ ബന്ദേ മഗ്ഗോ ഏസാ പടിപത പഞ്ചന്നം ഓരം ഭാഗീയാനം സംയോജനാനം പഹാണായ അഥ കിഞ്ചരഹി ഇതേകച്ച ഭിക്ഷു ഛേദോ വിമുക്തിനോ ഏകച്ചേ ഭിക്ഷു പഞ്ഞാ വിമുക്തിനോതി. ആയുഷ്മാൻ ആനന്ദൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ബന്ദേ, ഇത് തന്നെയാണ് മാർഗം, ഇത് തന്നെയാണ് അഭ്യാസം. 5 സംയോജനങ്ങളെയും ഇല്ലാതാക്കാനുള്ള മാർഗം ഇത് തന്നെയാണ്, അഭ്യാസം ഇത് തന്നെയാണ്. എന്നാൽ ഈ ഒരേ അഭ്യാസത്തിൽ പോകുന്ന ഭിക്ഷു എന്തുകൊണ്ടാണ് ചില ഭിക്ഷുക്കൾക്ക് ഛേദോ വിമുക്തി ഉണ്ടാകുന്നത്, ചില ഭിക്ഷുക്കൾക്ക് പഞ്ഞാ വിമുക്തി ഉണ്ടാകുന്നത്? ഇവിടെ ഛേദോ വിമുക്തി എന്ന് പറയുകയാണെങ്കിൽ ചിത്തത്തെ പ്രശാന്തമാക്കി കൊണ്ടുവന്ന് സംസ്കാരങ്ങളെ ശാന്തമാക്കി കൊണ്ടുവന്ന് മുക്തി നേടുന്ന അവസ്ഥ, അതിനെയാണ് ഛേദോ വിമുക്തി എന്ന് പറയുന്നത്. പഞ്ഞാ വിമുക്തി എന്ന് പറയുന്ന സമയത്ത് പ്രജ്ഞയാൽ അതിനെ ശുദ്ധമാക്കി കൊണ്ടുവന്ന് വിമുക്തമാകുന്ന അവസ്ഥ. അതായത് ഇത് ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ കാരണമാണ്, നിരോധമാണ്, നിരോധനത്തിനുള്ള വഴിയാണ്, അല്ലെങ്കിൽ അനിച്ഛ ദുഃഖ അനത്ത, ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടുവന്ന് വിമുക്തമാകുന്ന അവസ്ഥയാണ് പഞ്ഞാ വിമുക്തി. അപ്പോൾ ചില വ്യക്തികൾ ഛേദോ വിമുക്തി നേടും, ചില വിമുക്തികൾ പഞ്ഞാ വിമുക്തി നേടും. പക്ഷേ ഭഗവാൻ ഉഭയോ വിമുക്തനാണ്, അതായത് 2 രീതിയിലും വിമുക്തനാണ്. അതുകൊണ്ടാണ് ഭഗവാന് ഒരുപാട് ഇദ്ധി സിദ്ധികൾ ലഭിച്ചത്. അത് ഛേദോ വിമുക്തി മൂലം ഉണ്ടാകുന്നതാണ്. പഞ്ഞാ വിമുക്തി മൂലം വളരെയധികം പ്രജ്ഞയും ഉണ്ടാകുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വെറും പഞ്ഞാ വിമുക്തി മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ പൂർവ്വജന്മങ്ങളുടെ സ്മരണങ്ങളോ അതേപോലെ തന്നെ ബാക്കിയുള്ള ശക്തികളോ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നതല്ല. അത് മറ്റൊരു സൂത്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു, എത്തക്കോ പനേസാഹം ആനന്ദ ഇന്ദ്രിയവേ മത്തതം വദാമീതി. ആനന്ദ, അതിനുള്ള കാര്യം അവരുടെ ഇന്ദ്രിയങ്ങളിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ചിട്ടല്ല, നമ്മൾക്ക് 5 ബലം അല്ലെങ്കിൽ 5 ഇന്ദ്രിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധ, വീര്യ, സതി, സമാധി, പഞ്ഞ, ഈ 5 ഇന്ദ്രിയങ്ങൾ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകണം, വീര്യമുണ്ടാകണം, സതി അല്ലെങ്കിൽ ഈ സമയത്തുള്ള ജാഗരൂകത നമ്മൾക്കുണ്ടാകണം, സമാധി, അതേപോലെ തന്നെ പഞ്ഞ ഇത് ഉണ്ടാകണം. ഇതാണ് 5 ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് ചില വ്യക്തികൾ എന്നുള്ളത് സമാധിക്ക് കൂടുതൽ ബലം കൊടുക്കും. അവർക്ക് സമാധിയായിരിക്കും കൂടുതൽ ഇഷ്ടം, മനസ്സിനെ പ്രശാന്തമാക്കി കൊണ്ടുപോകുന്ന അവസ്ഥ. ഈ രീതിയിൽ സംസ്കാരങ്ങളില്ലാതായിട്ട് അവർ മുക്തരാകും. അതിനെയാണ് ഛേദോ വിമുക്തി എന്ന് പറയുക. പക്ഷേ ചിലർക്ക് ഈ പ്രജ്ഞയായിരിക്കും ഇഷ്ടം. അപ്പോൾ അവർ അനിത്യബോധത്തെ കൂടുതലായിട്ട് മുൻനിർത്തിക്കൊണ്ട് ഇത് അനിത്യമാണ്, ദുഃഖമാണ്, അനാത്മകമാണ്, ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവർ മനസ്സിനെ സംസ്കാരത്തിൽ നിന്ന് വിമുക്തമാകുന്നു.
അതുകൊണ്ട് അവർക്ക് പഞ്ഞാവിമുക്തി കിട്ടുന്നു. കാരണം 2 ഇന്ദ്രിയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു ഇന്ദ്രിയത്തെ ഒരു വ്യക്തി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് ഇവിടെയുള്ള വ്യത്യാസം. ഇതമവോച ഭഗവ, ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അതിനാൽ ആനന്ദൻ ഭഗവാന്റെ ഈ വചനങ്ങളിൽ സന്തുഷ്ടനായി തൃപ്തനായി ഭഗവാന്റെ വചനങ്ങളെ അനുമോദിച്ചു. മഹാമാലൂക്യ സൂത്തം നിഠിതം. ഈ സൂത്രം നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. അതുകൂടാതെ വളരെ ആഴത്തിലുള്ള സൂത്രമാണ്. അതിനാൽ വീണ്ടും വീണ്ടും നമ്മൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും, എന്നാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. എന്തായാലും ധ്യാനത്തിലൂടെ നമ്മൾക്ക് അനാഗാമിയാകാൻ സാധിക്കും, അർഹന്തനാകാൻ സാധിക്കും. അതും 1ാമത്തെ ധ്യാനത്തിൽ നിന്ന് തന്നെ എന്ന് ഈ കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയത്തേക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.